കാണുന്നു. ശ്രീ ഫാദർ സാമുവലാണ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പണിമുടക്ക് അത് ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ്, അത് തെറ്റല്ല. പക്ഷേ ബന്ധാക്കുന്നത് ജനജീവിതത്തെ സ്തംഭിപ്പിക്കുകയാണ് ഒന്നത്. രണ്ടാമത്, ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂൾ പോയിട്ടില്ലെങ്കിൽ ഡൈസ്റ്റോൺ ആകും. അത് തൊഴിലാളിയുടെ അവകാശമല്ലേ, പോകാതിരിക്കാനല്ലേ, പിന്നെ എങ്ങനെയാ ഡൈസ്റ്റോൺ ആക്കുക? അത് തെറ്റല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക്, അവരുടെ ചെയ്യുന്ന തെറ്റായിട്ടുള്ള സമീപനത്തിനെതിരായിട്ടുള്ളതാണ് ഈ ബന്ദ്, ഈ പണിമുടക്ക്. പക്ഷെ ഇതുകൊണ്ട് കേന്ദ്രം വല്ലതും ചെയ്യോ? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്ക് കൊണ്ട് അവരുടെ നയത്തിന് മാറ്റം വരുത്തുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും ഇങ്ങനെയല്ല കേന്ദ്രത്തോട് പ്രതിഷേധിക്കേണ്ടത്. പ്രതിഷേധിക്കാൻ വേറെ രീതിയില്ല. പണിമുടക്കാകാം, അത് തൊഴിലാളി അവകാശം, അവർ ഉത്തരവാദിത്വമായിട്ട് വേണം കണക്കാക്കാം. പക്ഷെ അതേസമയം ബന്ധാക്കുമ്പോൾ ജനജീവിതത്തെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുന്നു. അതും ഓക്കെ. ശരി ഫാദർ. പക്ഷേ കർഷക സമരത്തിന് മുന്നിലൊക്കെ കേന്ദ്ര സർക്കാരിന് ഒടുവിൽ വഴങ്ങില്ല എന്ന് പറഞ്ഞെടുത്ത് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരു സമരം രണ്ട് സമരം കൊണ്ടൊന്നും വിജയിക്കണമെന്നില്ല. സ്വാതന്ത്ര്യ സമരം തന്നെ എത്രയോ കാലം നീണ്ടുന്ന ശേഷമാണ്. വഴങ്ങിയതായിട്ട് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് പറയാം. ശരി, അത് ശരിയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പണിമുടക്കിനെ ബന്ദാക്കി മാറ്റുന്നതും അല്ലെങ്കിൽ ഹർത്താലാക്കി മാറ്റുന്നതും? അത് ഒരു മാറ്റം വേണം എന്നുള്ള നിർദ്ദേശം, അതിനെ എങ്ങനെ കാണുന്നു? നമസ്കാരം ഗിരൻ സാറേ. നമസ്കാരം. പണിമുടക്ക് ബന്ദാക്കി മാറിയതാ. കാരണം എന്ന് വെച്ചാൽ അത്രയും ജനം ബുദ്ധിമുട്ടിയിട്ട് സംയുക്തമായിട്ട് എല്ലാവരും കൂടിയിട്ട് നടത്തിയതാ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മഹാന്മാര് പറഞ്ഞത് പണിമുടക്കാതെ ഒന്നും ഇതുവരെ ഒരു 10 പൈസ കൂട്ടി കിട്ടിയിട്ടില്ല. അതിന് സമരം തന്നെ ചെയ്യണം. സമരമാണ് അനിവാര്യം. ഈ സമരത്തിനെ എതിർക്കുന്ന ആൾക്കാർ കുത്തിത്തിരിപ്പുകാരാ. അതിപ്പോ ഏത് ശ്രീ മുഹമ്മദ്, ഈ നമ്മൾ തുടക്കത്തിൽ മുതൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഇത് തന്നെയാണ്. പണി മുടക്കുക എന്നതിൽ പണി മുടക്കണോ വേണ്ടയോ എന്നൊരു ചർച്ചയേ ഇല്ല. പണി മുടക്കാനുള്ള അവകാശം പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളിക്കുമുണ്ട്. അതിൽ യാതൊരു ചർച്ചയ്ക്കും വകയില്ല. നമ്മളുടെ ചർച്ച വിഷയം അതല്ല. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചൊരു ആശയം നേരത്തെയൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഈ പണിമുടക്കിനെ ഒരു ബന്ദിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ആദ്യം സാറേ, ബന്ധായിപ്പോയതാണ്. എല്ലാവരും പണിമുടക്കി, അത് ബന്ധായിപ്പോയതാ. അതിന് മറ്റേ ആള് പറഞ്ഞാൽ ഇവിടെ അടിച്ചിട്ടും കുത്തിയിട്ടും അടുപ്പിച്ചിട്ടൊന്നുമില്ല. അവിടെ ഏതൊരു സ്കൂളിൽ, കോഴിക്കോട് സ്കൂളിൽ ചെറിയ പ്രശ്നമുണ്ടായി കണ്ടു. അത് പോലീസ് അവിടെ രമ്യമായി പരിഹരിച്ചു. അത്ര ഉണ്ടായിട്ടുള്ളൂ. പണിമുടക്കണം, തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, അതാണ് വേണ്ടത്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ശ്രീ ഗോപകുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഗോപകുമാർ, ശശി തരൂർ പറഞ്ഞത് ഇത്തിരി കടത്തിയാണ്. അസംഘടിതരായ ഭൂരിപക്ഷത്തെ സംഘടിതരായ ന്യൂനപക്ഷം ബന്ദിയാക്കുന്നു എന്നൊക്കെ. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെയല്ല. കേരളത്തിലെ പണിമുടക്കിനോട്, ദേശീയ പണിമുടക്കിനോട് യോജിക്കുന്നു. പക്ഷേ പണിമുടക്കിനെ ബന്ദും ഹർത്താലുമാക്കി മാറ്റുന്നത് ശരിയാണോ എന്നതിൽ ചർച്ച വേണം എന്നാണ് പറഞ്ഞത്. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന സംഘടനകളും ഈ ഒരു പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ അണികളിലേക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജ് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞില്ല? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.